പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും കർഷക ആത്മഹത്യ. കാവുണ്ടിക്കൽ ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമിയാണ് കൃഷിസ്ഥലത്ത് തൂങ്ങി മരിച്ചത്. വില്ലേജിൽ നിന്ന് തണ്ടപ്പേര് കിട്ടാത്തതിനെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നാണ് വിവരം. കഴിഞ്ഞ 6 മാസമായി തണ്ടപ്പേരിനായി വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങിയെങ്കിലും ലഭിച്ചില്ലെന്നാണ് വിവരം. സാധാരണ ഒരു കൃഷിക്കാരനായിട്ട് വെറുതെ സർക്കാർ ലെവലിൽ ബുദ്ധിമുട്ടിക്കുന്നതാണ്. മാനസികമായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ് ഇപ്പോൾ ഈ വ്യക്തി സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം 6 മാസക്കാലമായി അയാളുടെ സ്വന്തം സ്ഥലത്തിന് വേണ്ടി തണ്ടപ്പേരിൻ്റെ പേരിൽ അയാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എപ്പോൾ ചെല്ലുമ്പോഴും ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവരെ മടക്കി വിടലാണ് വില്ലേജ് ഓഫീസിലെ പണി. അതായത് അവസാനമായിട്ട് അയാൾ വളരെ വിഷമിച്ച് ഓരോ ദിവസം ചെല്ലുന്തോറും അയാൾക്ക് മാനസികമായിട്ട് അയാൾ ഒരു വിഭ്രാന്തിയിലെത്തി അവസാനം അയാൾ ഈ ആത്മഹത്യയിലേക്ക് എത്തേണ്ട ഒരു ഗതികേട് നമ്മുടെ ഈ തണ്ടപ്പേരിൻ്റെ പേര് കൊണ്ട് കൃഷിക്കാരെ ബുദ്ധിമുട്ടിച്ച് അവിടേക്ക് എത്തിച്ചു. അവിടെ എത്തി 15ஆம் தேதி வில்லேஜுக்கு போனேன். அப்படி தண்டப்பேப்பர் வந்து வேறு ஆளுக்கு போட்டு கொடுத்ததுனால அதுதான் சங்கடம். வீட்டுக்கு வந்ததையும் இது நான் சரியாக்குற மாதிரி தெரியல, இப்படி வில்லேஜ் ஆஃபீஸர் எல்லாரும் சேர்ந்து இப்படி பண்ணிட்டாங்க. அப்போ அதனால இதுக்கு சாகிறத நம்ம மென்னு சொல்லும். இப்போ நான் வேண்டாம், நான் செவ்வாய்க்கிழமைக்கு போகிறேன், இல்லை எழுதியே கொடுத்துருக்குறாங்க, காயத்தில் எழுதியிருக்காங்க. எழுதியிருக்கிறது வந்து இந்த பூமி வந்து வேறு ஆளுக்கு சேர்கிற மாதிரி தான் எழுதி கொடுத்துருக்குறாங்க. அப்படி ஒரு நடவடிக்கை இருந்தால் வில்லேஜ் ஆஃபீஸரோட கம்ப்ளைண்ட் தானே, நம்மளோட கம்ப்ளைண்ட் ஒன்றும் இல்லையல்ல. വില്ലേജ് அவங்க பண்ணுனது தான் അവർക്ക് സാവുക്ക് കാരണം. വിവരങ്ങൾ അരുൺ ആലത്തൂർ നൽകും. അരുൺ, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. നിലവിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണോ കൃഷ്ണസ്വാമിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത്? ഈ കൃഷ്ണസ്വാമിയുടെ കുടുംബം പ്രധാനമായിട്ടും പരാതിപ്പെടുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് ഈ കർഷകന്റെ ജീവൻ നഷ്ടമാവാൻ കാരണമായത് എന്നുള്ളതാണ്. അട്ടപ്പാടി കാവുണ്ടിക്കൽ ഇരട്ടക്കുളം സ്വദേശിയായ കൃഷ്ണസ്വാമി എന്ന 52കാരനാണ് ജീവൻ ഒടുക്കിയിരിക്കുന്നത്. തണ്ടപ്പേര് കിട്ടാത്തതിനെ തുടർന്നാണ് ഇദ്ദേഹം ജീവൻ ഒടുക്കിയതെന്നുള്ളതാണ് കുടുംബം പറയുന്നത്. കഴിഞ്ഞ 6 മാസമായി ഇദ്ദേഹം തണ്ടപ്പേരിനായിട്ട് വില്ലേജ് ഓഫീസർ കയറി ഇറങ്ങുകയായിരുന്നു. പക്ഷേ അത് ലഭിക്കാതായതോടുകൂടി വലിയ മനോവിഷമത്തിലായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ കൃഷിസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതേസമയം തന്നെ വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ തണ്ടപ്പേര് വേറൊരു വ്യക്തിയുടെ പേരിലായിരുന്നു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മാറ്റി ഇദ്ദേഹത്തിൻ്റെ പേരിൽ നൽകുക എന്നുള്ളത് അതിന് സാങ്കേതികമായിട്ട് കുറച്ച് സമയം ആവശ്യമുണ്ട് എന്നുള്ളത് ഈ കർഷകനെ അറിയിച്ചിരുന്നു. താൻ ചുമതല ഏറ്റിട്ട് ചാർജ് എടുത്തിട്ട് ഏകദേശം 10 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. താൻ ചാർജ് എടുത്തതിന് ശേഷം ഈ കർഷകൻ ഒരു തവണ മാത്രമാണ് വില്ലേജ് ഓഫീസിലേക്ക് വന്നിരുന്നത്. ആ സമയത്ത് കർഷകനെ കൃത്യമായിട്ട് കാര്യം അറിയിച്ചിരുന്നു. ഇത് മറ്റൊരു വ്യക്തിയുടെ പേരിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് തങ്ങളുടെ പേരിലാക്കി എടുക്കുന്നതിന് സമയം വേണമെന്നുള്ളത് അറിയിച്ചിരുന്നു എന്നുള്ളതാണ് വില്ലേജ് ഓഫീസർ ഈ വിഷയത്തിൽ പറയുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ 6 മാസമായിട്ട് ഇദ്ദേഹം ഈ തണ്ടപ്പേരിനായിട്ട് ഈ വില്ലേജ് ഓഫീസർ കയറി ഇറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ മുൻപത്തെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ഇതിൽ ഒരു നിസ്സംഗത കാണിച്ചിട്ടുണ്ടോ, അതാണോ കർഷകന്റെ ആത്മഹത്യയിലേക്ക് വഴിവെച്ചത് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യം നിലയ്ക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം നിരവധി പേർക്ക് സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും നാട്ടുകാർ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ വനവാസി ഭൂമിയൊക്കെ തട്ടിയെടുക്കുന്നത് പോലുള്ള നിരവധി വിഷയങ്ങൾ, നിരവധി കേസുകളൊക്കെ അട്ടപ്പാടിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിലും സമാനമായ രീതിയിൽ ഒരു ഫ്രോഡ് അതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഇപ്പോൾ ഏതായാലും കൃഷ്ണസ്വാമിയുടെ കുടുംബം പറയുന്നത് ഈ വില്ലേജ് ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് വഴിവെച്ചത് എന്നുള്ളത് തന്നെയാണ്.